അപ്പൊ ഉഷാറാണ്, ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് ആത്മവിശ്വാസത്തോടെ പോകുന്നു. ഞാൻ CP ജോണും സുധീർ കരമനയുമാണ്. തീർച്ചയായിട്ടും അവരെന്റെ അടുത്ത സുഹൃത്തുക്കളാണ്. സുധീർ കരമന ഞങ്ങളുടെ നാട്ടുകാരാണ്. ജോണേട്ടൻ ഞാനൊരു വർഷങ്ങളിൽ ജോണേട്ടനെ കാണുമ്പോൾ തന്നെ എപ്പോഴും പണ്ട് പറയാറുണ്ട്, ചന്ദനക്കുറിയും താടിയും വെച്ച ജയനാണ് തിരുവനന്തപുരത്തിന്റെ മുഖം എന്ന് എപ്പോഴും എന്നെ വലിയ പ്രചോദനം തരാറുണ്ട്. ഈ ചന്ദനക്കുറി എവിടെ നിൽക്കുന്നത്? ഇത് പത്മനാഭസ്വാമി ക്ഷേത്രം. അതെ അതെ. ദിവസവും രാവിലെ പത്മനാഭസ്വാമി ക്ഷേത്ര ദർശനം 25 വർഷമായി ദർശനം ചെയ്യുന്ന ഒരു ഭക്തനാണ് ഞാൻ. പിന്നെ പിന്നെ മറ്റ് മതങ്ങളുടെയും ഞാൻ അംഗീകരിച്ചു പോകുന്നതാണ്. കാരണം അതെ, അത് മാത്രമല്ല ഈ നമ്മുടെ ഈ എല്ലാ വർഷവും ഞാൻ ക്രിസ്മസ് സംഗമം വയ്ക്കാറുണ്ട്. അതിൽ ഇമാംമാര്, ബിഷപ്പുമാര്, സ്വാമിമാരെ ഒക്കെ പങ്കെടുപ്പിച്ചുകൊണ്ടും കാരുണ്യ പ്രവർത്തനമാണ്. ഭാരതീയം ട്രസ്റ്റിന്റെ ചെയർമാനാണ് ഞാൻ. ഇഫ്താർ സംഘടന എല്ലാ വർഷവും അതൊന്നും മുടക്കാതെ. അത് ഈ സ്ഥാനാർത്ഥി വേഷം കെട്ടിവന്ന് മതേതരത്വം പറയുന്ന ഒരാളല്ല ഞാൻ. ശരിക്കും ഞാൻ വർഷങ്ങളായിട്ട് ഇതെല്ലാം കൃത്യമായി നടത്തിക്കൊണ്ടു പോകുന്നതാണ്. കരമന ജയൻ, നമുക്കൊപ്പം താങ്ക് യു കരമന ജയൻ. എല്ലാവിധ ആശംസകളും നേരുന്നു. വികസനമാണ് ലക്ഷ്യം, നാടിന്റെ വികസനം. നമുക്ക് തിരുവനന്തപുരം നിയോജക മണ്ഡലത്തിൽ ഒട്ടേറെ വികസനങ്ങളുണ്ട്, ചെയ്യാനുണ്ട്. തീരപ്രദേശത്തെ ജനങ്ങൾ വളരെ വിഷമത്തിലാണ്, പ്രതിഷേധത്തിലാണ്. കാലാകാലങ്ങളിൽ ജയിച്ചിട്ടുള്ള MLA-മാരൊന്നും അവർക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല. വലിയതല മാർക്കറ്റിന്റെ അടുത്ത സ്ത്രീകൾ, മത്സ്യത്തൊഴിലാളിയ സ്ത്രീകൾ പറഞ്ഞ വിഷമങ്ങളുണ്ട്. അവർക്ക് ടോയ്ലറ്റ് സൗകര്യം കൊടുത്തിട്ടില്ല, ആശുപത്രി. ഇതെല്ലാം ഇപ്പം തിരുവനന്തപുരം കോർപ്പറേഷൻ BJP വന്ന ശേഷം ആശുപത്രിയുടെ കാര്യത്തിന് 35 ലക്ഷം രൂപ മാറ്റിവെച്ചു. ഇപ്പം ടോയ്ലറ്റ് സംവിധാനം മേയർ അതിന്റെ നടപടിക്രമങ്ങൾ ആരംഭിച്ചു. അപ്പോൾ ഇത് ഒരു കാര്യം എന്ന് പറഞ്ഞാൽ തീരദേശത്തെ ജനങ്ങളുടെ വിഷമങ്ങൾ വരെ കേട്ട് അതെല്ലാം പരിഹരിക്കുവാനുള്ള ഒരു ശ്രമത്തിലാണ്. കർമ്മ പദ്ധതിയുമായിട്ടാണ് ഇറങ്ങിയിരിക്കുന്നത്. ഓക്കെ, അപ്പോ ഗംഭീരമാവട്ടെ, ഉഷാറാവട്ടെ. പപ്പനാമൻ അനുഗ്രഹിക്കുന്നെങ്കിൽ അനുഗ്രഹിക്കട്ടെ ജനങ്ങളും. താങ്ക് യു.